ഏവർക്കും കെൻ മാജിക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ എല്ലാവരും കൃത്യമായി കാണണം. അതിൽ വരുന്ന ക്ലാസ്സിന് സഹായമാകുന്ന രീതിയിലാണ് സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർബിറ്റ്, ഓർബിറ്റൽ ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു. അത് എല്ലാവരും നന്നായി മനസ്സിലാക്കി തന്നെ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ സബ്ഷെൽ ഇലക്ട്രോൺ പൂരണം അല്ലെങ്കിൽ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ, ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഇലക്ട്രോൺ വിന്യാസം ഷെൽ ക്രമത്തിൽ എഴുതാൻ നമ്മൾ പഠിച്ചു. ഉദാഹരണം, സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആണ്. 2, 8, 1. അതായത് സോഡിയത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ സോഡിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക് നമ്പർ 11 ആണ്. അത് വെച്ച് ഇങ്ങനെ കുറെ മൂലകങ്ങളെ നിങ്ങൾ എഴുതി നോക്കി. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലും നിങ്ങൾ 20 വരെയുള്ള മൂലകങ്ങളുടെ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതിയത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ്. ഈ വർഷത്തെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്കും എടുത്ത് തയ്യാറായിട്ട് നിൽക്കുക. ഞാൻ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ എഴുതിയും കൂടെ പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവൂ. നമ്മൾ ആദ്യം ഈ സബ്ഷെല്ലുകളെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ സബ്ഷെല്ലുകളുടെ ക്രമം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f, etc. ഇനി നമുക്ക് കുറെ മൂലകങ്ങളുടെ സബ്ഷെല്ലുകൾ എഴുതുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ആദ്യമായി ഒരു സബ്ഷെല്ലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുവെന്ന് നോക്കാം. 1s2 ആണ് ഞാൻ എക്സാമ്പിളായി എടുത്തിട്ടുള്ളത്. 1s2വിലെ 1 ഏത് ഷെല്ലാണെന്നുള്ളതും മുകളിലിടുന്ന 2 എന്നത് ആ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും ആണ്. എസ് എന്നത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. ആദ്യമായി നമ്മൾ ഒന്നാമത്തെ മൂലകമായ ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s1. രണ്ടാമത്തെ എലിമെന്റായ ഹീലിയം ഒന്ന് എഴുതി നോക്കൂ. എന്ത് എളുപ്പമാണ് അല്ലേ? 1s2. ഇത്രയുള്ള കാര്യം, വളരെ എളുപ്പമാണത് എഴുതാൻ അല്ലേ? ശ്രിബിനൊക്കെ അവിടെ ഉറക്കമായി തുടങ്ങി. ശ്രിബിനെ ശ്രദ്ധിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ എടുത്ത് നല്ല പ്രിപ്പയർ ആയിട്ട് വേണം ക്ലാസ്സുകൾ കാണാൻ. അത് പ്രത്യേകം ഓർക്കുക. ലിഥിയം ആറ്റോമിക് നമ്പർ 3. ഇതൊക്കെ കറക്റ്റ് ആക്കി എഴുതുന്നവർക്ക് പ്രത്യേക സമ്മാനമുണ്ട്. എന്ത് എളുപ്പമല്ലേ? 1s2, 2s1. സമ്മാനം എന്താ വന്നു കഴിഞ്ഞു? എന്താണ് നോക്കൂ. വിജയികൾക്ക് ലോലിപോപ്പ്. നക്കി വെറുതെ മൊബൈൽ കേടാക്കണ്ട കേട്ടോ. കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. പുതിയ സമ്മാനങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ക്ലാസ് നന്നായിട്ട് നിങ്ങൾ നല്ല കെയർ ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. സോഡിയത്തെ ഒഴിവാക്കിയൊരു കളിയില്ലല്ലോ. സോഡിയം അറ്റോമിക് നമ്പർ 11, അതിൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 281 എന്നാണ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുണ്ട്, 2s-ഉം 2p-യും. 2s2, 2p, 6. മൂന്നാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, 3s1. അറ്റോമിക് നമ്പർ 18 ആർഗൺ എഴുതി നോക്കാം. വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് എഴുതി നോക്കിയേ. 1s2, 2s2, 2p6, 3s2, 3p6.
ഇത് എഴുതിയവർക്ക് ഇതാ കറക്റ്റായി എഴുതിയവർക്ക് സമ്മാനമുണ്ട്. ഇതാ ഐസ്ക്രീം ചൂടായി ഉരുകി പോകുന്നതിന് മുമ്പ് കഴിക്കണേ. അടുത്ത് നമ്മൾ പൊട്ടാസ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാണ്. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരും. ഇങ്ങനെ ക്രമം പോകുമ്പോൾ ഷെൽക്രമം പോകുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നതായി നമുക്ക് കാണാൻ പറ്റും. കാരണം 3Pയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കരുതുന്നത് 3Dയിലേക്ക് പോകുമെന്നാണ്. പക്ഷെ അതല്ല. 3Dയിൽ ഫില്ല് ചെയ്യാതെ 4sൽ പോയതിനു ശേഷം അവിടെ ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ തിരിച്ച് 3Dയിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യൂ. അതെന്താണ് കാരണം? അതിനൊരു കാരണമുണ്ട്. ഇലക്ട്രോണുകൾ പൂരണം നടക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ചെന്നെത്തുന്നത് ഊർജം കുറഞ്ഞതിൽ നിന്നും ഊർജം കൂടിയതിലേക്കാണ്. ഇതാണ് ഓഫ്ബ പ്രിൻസിപ്പൾ. പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. ഓഫ്ബ പ്രിൻസിപ്പൾ. ഓഫ്ബ. It is a German word which means building up. Your lunch to keep them neat. You can't have what sweets all of the time. Healthy heart. You need one to run, play with your friends, or help out your mom is something you can do to keep it true. ഇവിടെ നിങ്ങൾ എനർജി കൂടി വരുന്ന ക്രമം നോക്കിയേ. 4s കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. എന്ന് വെച്ചാൽ 4sനേക്കാൾ ഊർജം കൂടുതലാണ് 3Dക്ക്. Electrons are filled in the subshell of the atoms in the order from subshells of lower energy to those of higher energy. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചോദ്യം കൂടി വന്നു കാണും. 3Dയേക്കാളും ഊർജം കുറവാണ് 4sന്, അല്ലെ? 3Dയേക്കാളും ഊർജം കുറവാണ് 4sന്. അതെന്തുകൊണ്ട്? ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എങ്കിലും അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. ഇത് ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ വേവ് മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന വളരെ വിശാലമായ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ ലെവലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽസ് രണ്ടിന്റെയും ചേഞ്ച് ആണ്. ഓർബിറ്റൽസിന്റെ രണ്ടിന്റെ ആകൃതി വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ +2 ലെവലിൽ ഇത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കും. അന്നത് ഓർത്തിരുന്നാൽ മാത്രം മതി. നമുക്ക് പൊട്ടാസ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19. 1s2, 2s2, 2p6, 3s2, 3p6, 4s1. കണ്ടോ? 3D പോവാതെ 4s ആണ് ഫില്ല് ചെയ്തത്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സബ്ഷെല്ലുകൾ ഊർജത്തിന്റെ ക്രമം യഥാർത്ഥത്തിൽ 4s കഴിഞ്ഞാണ് 3D വരുന്നത്. പക്ഷേ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഷെൽ ക്രമത്തിലാണ് എഴുതേണ്ടത്. ഒന്നും കൂടി ഓർക്കുക, ഷെൽ ക്രമത്തിൽ. അതായത് 1s, 2s, 2p, 3s, 3p, 3d, 4s. 3D കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ 4s എഴുതാവൂ. പക്ഷെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 4sൽ ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ തൊട്ടുള്ളിലുള്ള 3Dയിൽ ഫില്ല് ചെയ്യാവൂ. ഷെല്ലിന്റെ ക്രമത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലും നിങ്ങളും എഴുതി ശീലിക്കേണ്ടത്. അത് പ്രത്യേകം ഓർക്കണം. ഇനി നമുക്ക് 2 VIPകളെ പരിചയപ്പെടാം. ക്രോമിയവും കോപ്പറും. ക്രോമിയത്തിന്റെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2 എന്നാണ്. അതുപോലെ കോപ്പർ 29. 1s2, 2s2, 2p6, 3s2, 3p6, 3d9, 4s2 എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ശരിയാണോ? ഇത് തെറ്റായ ഉത്തരമാണ്. എന്തുകൊണ്ട് ഇത് തെറ്റായി? അത് പറയാം. നമ്മൾ കറക്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ക്രോമിയത്തിൻ്റെത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. അതുപോലെ കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഇത് രണ്ടുമാണ് കറക്റ്റ്. എന്തുകൊണ്ട് ഇത് രണ്ടും കറക്റ്റായി അല്ലേ? അത് നോക്കാം. ക്രോമിയം, കോപ്പർ ഇവയുടെ 4sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ
3Dയിലേക്ക് മാറ്റുന്നു. എന്തുകൊണ്ടെന്ന് നോക്കാം. ഈ സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഡി പകുതി നിറഞ്ഞതോ അതായത് D5, ഡി പൂർണ്ണമായി നിറഞ്ഞതോ അതായത് D10. ഈ കോൺഫിഗറേഷൻ വളരെ സ്ഥിരത മൂലകങ്ങൾക്ക് കൊടുക്കും. ഇതാണ് കാരണം. ഇപ്പൊ 100ാമത്തെ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതണമെന്ന് വിചാരിക്കട്ടെ. അപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ തളർന്നു പോയി അല്ലേ. നമുക്ക് അത്രയും നമ്മുടെ നോട്ട്ബുക്ക് തികയത്തില്ല, എഴുതി അല്ലെ എത്രയോ വരികളായിട്ട് എഴുതാൻ പറ്റൂ. അതിന് സഹായകമായി കെമിസ്ട്രിയിൽ ഒരു തന്ത്രമുണ്ട്. കെമിസ്ട്രി എപ്പോഴും നിങ്ങളെ ദ്രോഹിക്കാനല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ മുന്നിലുണ്ടാവും. അതെങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് മറ്റൊരു വിധത്തിലും നമുക്ക് എഴുതാം. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് സോഡിയവും നിയോണും എടുക്കാം. സോഡിയം 11 ആണ്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1 ആണ്. അതുപോലെ നിയോൺ 10, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6. ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ 1s2, 2s2, 2p6 എന്നിവ രണ്ടിനും കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ സഹായത്താൽ നമുക്ക് ഇത് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? സോഡിയത്തിൻ്റെ എങ്ങനെ എഴുതാം? നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിന് പകരമായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് നിയോൺ എഴുതുക. അത് കഴിഞ്ഞ് അതിന് ബാക്കിയുള്ള ബാലൻസ് ഉള്ള 3s1 എഴുതുക. ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. വിക്ടേഴ്സിലെ ക്ലാസ് നിങ്ങൾ മുടങ്ങാതെ ശ്രദ്ധിച്ച് കേൾക്കണം. അതോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്കൂളുകളിലെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ തരുന്ന ഹോംവർക്കുകളും ഒക്കെ നല്ല കൃത്യമായി ചെയ്തു പോവുക. ഈ വർഷം നമുക്കറിയാം നമ്മുടെ സ്കൂളിനൊരു നല്ല വിജയം നമുക്ക് ഈ വർഷം കിട്ടിക്കഴിഞ്ഞു. അടുത്ത ബാച്ചിൽ അതായത് നിങ്ങൾ ഒരു A+കളുടെ എണ്ണം കൂടുതലായി വരത്തക്കൊണ്ട് ഞങ്ങൾക്കൊരു വിജയം സമ്മാനിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോഴേ നടത്തണം. അതല്ലാതെ വീട്ടിലായതുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല, അതുകൊണ്ട് പഠനത്തിൽ നിങ്ങൾ ഉളപ്പരുത്. നിങ്ങൾ 10ാം ക്ലാസ്സാണ്. കുറച്ച് സമയം ഉപയോഗിക്കുന്ന സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി പഠനത്തിൽ ഉപയോഗിച്ചാൽ മതിയാവും. ബാക്കി നിങ്ങൾക്ക് TV ആണോ കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതെല്ലാം അതിനോടൊപ്പം തന്നെ പഠനവും കൂടി കൊണ്ടുപോകണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പുസ്തകത്തിലുള്ള ഹോംവർക്കുകളെല്ലാം നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾ ഒന്നാമത് എല്ലാവരും വീട്ടിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം സ്കൂളിൽ വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്നാലും നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ ഒരിക്കലും ഉഴപ്പരുത്. വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണും. അതിനോടൊപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. Stay home, stay safe. Bye.